പീപ്പിൾ ടി.വി. എക്സ്ക്ലൂസീവ്. കോൺഗ്രസ് നേതാവ് കെ സുധാകരനെതിരെ ഗുരുതര ആരോപണവുമായി പീഡനക്കേസിലെ ഇര. തന്നെ പീഡിപ്പിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കുന്നത് കെ സുധാകരനാണെന്ന് പീഡനത്തിനിരയായ യുവതി. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സുധാകരൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി. സത്യം തുറന്നു പറഞ്ഞ തന്നെ കൊലപ്പെടുത്തുമെന്നും ഭയമുള്ളതായി യുവതി പീപ്പിൾ ടി.വിയോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് മിഥിലാജ് തന്നെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കാട്ടി മണ്ഡലം സെക്രട്ടറിയായ യുവതി കഴിഞ്ഞ ഡിസംബറിലാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടമായപ്പോൾ മിഥിലാജ് ഗൾഫിലേക്ക് മുങ്ങി. മിഥിലാജിന് ഒളിവിൽ പോകാൻ ആവശ്യമായ സഹായങ്ങൾ നൽകിയത് കോൺഗ്രസ് നേതാവ് കെ സുധാകരനാണെന്ന ഗുരുതരമായ ആരോപണമാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. മിഥിലാജിന് ഗൾഫിലേക്ക് കടക്കാൻ വിസ സംഘടിപ്പിച്ച് നൽകിയത് കെ സുധാകരനാണെന്ന് യുവതി പീപ്പിളിനോട് പറഞ്ഞു. സുധാകരനോട് കരഞ്ഞ പരാതി പറഞ്ഞിട്ടും ഇരയായ തന്റെ കൂടെയല്ല പ്രതിക്കൊപ്പമാണ് അദ്ദേഹം നിന്നത്. സ്ത്രീ എന്ന പരിഗണന പോലും സുധാകരൻ തനിക്ക് നൽകിയില്ലെന്നും യുവതി പറഞ്ഞു. മിഥിലാജ് സുധാകരന്റെ അടുത്തയാളാണ്. ഇടയ്ക്കിടയ്ക്ക് സുധാകരനെ പോയി കാണലും പറക്കലൊക്കെ ഉണ്ട്. പുള്ളി സംസാരിക്കാൻ പോകുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടൊക്കെ പോലെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കറിയാം സുധാകരനായിട്ട് നല്ല അടുത്ത ബന്ധമാണെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് പാസ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തു പോകാനായിട്ട് വിസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി. അപ്പം പെട്ടെന്ന് തന്നെ ഈ ഒറ്റ ദിവസം കൊണ്ട് മിഥിലാജിന് ദുബായിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റി. അത് സുധാകരൻ്റെ ഒരു സഹായത്തിന് പുറത്താണ് മിഥിലാജ് പുറത്തു പോയത്. അതിനുള്ള തെളിവ് എൻ്റെ അടുത്തുണ്ട്. മിഥിലാജിനെ അത്ര കാര്യമായിട്ട് സഹായിച്ചത് പുള്ളി തന്നെയാണ്. പിന്നെ ഈ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ റഷീദ്, മുഹമ്മദ് ഷമ്മാസ്, അങ്ങനെയുള്ള ആൾക്കാർ, പുള്ളിയുടെ സുധാകരൻ്റെ അടുത്ത ആൾക്കാർ, അവരെല്ലാവരും നാട്ടിൽ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു സുധാകരനെ സഹായിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് ഈ പീറപ്പെണ്ണിനൊക്കെ എങ്ങനെയാണ് ഇത്രയും സുധാകരനായിട്ട് ബന്ധപ്പെട്ടുള്ളൂ, മിഥിലാജിനെ തൊടാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇതായിട്ട് അവരെന്നെ നാണം കെടുത്തുകയും വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സുധാകരൻ തന്നെ കൊല്ലുമെന്ന് പോലും പേടിയുണ്ടെന്നും യുവതി പറഞ്ഞു. ഇതിപ്പോ ഞാനിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ ഞാൻ മരിക്കും, അവരെന്നെ കൊല്ലുമൊന്നുമില്ല എനിക്കറിയത്തില്ല. ഒന്നും എനിക്ക് വിഷയമുള്ളതായില്ല. പക്ഷെ ഞാൻ അത് സമൂഹത്തിന് മുമ്പിൽ തുറന്നു വന്നിട്ടാണല്ലോ ഞാൻ മരിച്ചതെന്ന് മാത്രം എനിക്കൊരു ആശ്വാസം മാത്രമേ എൻ്റെ മനസ്സിൽ എനിക്കുണ്ടാവും. കെ സുധാകരനെതിരെ ഗുരുതര ആരോപണവുമായി സ്വന്തം പാർട്ടിയിലെ തന്നെ വനിതാ നേതാവ് രംഗത്തെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. BJP-യിലേക്കില്ലെന്ന് കെ സുധാകരൻ. BJP-യുടെ ക്ഷണം വെളിപ്പെടുത്തിയത് രാഷ്ട്രീയ ധാർമ്മികത കൊണ്ടാണെന്നും സുധാകരൻ പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു തരത്തിലും രാഷ്ട്രീയമായ ഒരു മാറ്റത്തെക്കുറിച്ച് കെ സുധാകരൻ ചിന്തിച്ചിട്ടില്ല. കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് അവസാനമായി കോൺഗ്രസ് ഇല്ലാതിരിക്കുന്ന കാലത്തെ കെ സുധാകരൻ ആ കോൺഗ്രസിന്റെ അകത്തുണ്ടാവും. കോൺഗ്രസിൽ നിന്ന് ആരും BJP-യിലേക്ക് പോകില്ലെന്ന് രമേശ് ചെന്നിത്തല. കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ചെന്നിത്തല. പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് പോയില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും. ഏതായാലും BJP-യിലേക്ക് ആളെ കൂട്ടുന്ന ജോലി CPM ഏറ്റെടുക്കണ്ട. നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തി. ഇന്നലെ വൈകിട്ട് തലസ്ഥാനത്ത് വിമാനമിറങ്ങിയ മാക്രോണിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിക്കുകയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 300 വിദ്യാർത്ഥികളുമായി മാക്രോൺ ഇന്ന് സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ന് രാവിലെ മാക്രോണിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ മികച്ച ബന്ധമാണുള്ളതെന്നും ഇത് തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യമെന്നും രാഷ്ട്രപതി ഭവനിൽ ലഭിച്ച സ്വീകരണത്തിനിടെ ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി. ഭാര്യ ബ്രിഗറ്റിന് പുറമെ മാക്രോൺ മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളും പ്രസിഡന്റിനൊപ്പം ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് സഹായത്തോടെ സ്ഥാപിക്കുന്ന ജിദാപൂർ ആണവ നിലയത്തിനുള്ള കരാർ ഈ സന്ദർശനത്തിൽ ഒപ്പുവെക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടാതെ ഭീകരവാദം, നിക്ഷേപം എന്നീ വിഷയങ്ങളും ചർച്ചയാവും. ഇന്ത്യയുടെ നാവിക സഹകരണം പ്രതീക്ഷിക്കുന്ന മാക്രോൺ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിലവിലെ പ്രശ്നങ്ങളും ചർച്ചയിൽ ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 50 വർഷത്തോളം ഇരു രാജ്യങ്ങളും സഹകരിച്ചു വരുന്ന ബഹിരാകാശ രംഗത്തും കൂടുതൽ കരാറുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞായറാഴ്ച താജ്മഹൽ സന്ദർശിക്കുന്ന മാക്രോൺ വാരാണസിയും സന്ദർശിക്കും. പ്രധാനമന്ത്രിക്കൊപ്പം ഏറെ നേരം മാക്രോൺ ചിലവഴിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഓഫീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കർദിനാളിനെതിരെ വീണ്ടും വൈദിക സമിതി. കർദിനാൾ നിയമത്തിന് കീഴ്പ്പെടണമെന്ന് വൈദിക സമിതി. ഉത്തമ ക്രിസ്ത്യാനി ഉത്തമ പൗരനായിരിക്കണമെന്നും ഫാദർ ബെന്നി മാരാൻ പറമ്പിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ചേരുന്നു. സിബി, എന്തൊക്കെയാണ് വൈദിക സമിതി കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയതിലെ അധ്യക്ഷൻ കൂടിയായ ഫാദർ പറഞ്ഞത്?
അജിംഷാദ് ഈ കർദിനാൾ സ്ഥാനത്യാഗം ചെയ്യണമെന്ന ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വൈദിക സമിതി. ഇപ്പോഴും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വൈദിക സമിതി ഇക്കാര്യം പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല 200-അധികം വരുന്ന വൈദികർ ഒരു വലിയ മെമ്മോറണ്ടം സഹായമെത്രന് കൈമാറുകയും സഹായമെത്രൻ ഇത് സിനഡ് മെത്രാനും അതോടൊപ്പം തന്നെ ഈ വത്തിക്കാനിലേക്കും മാർപ്പാപ്പയ്ക്കും അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കർദിനാൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കർദിനാൾ ഈ അന്വേഷണം ഹൈക്കോടതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർദിനാൾ അന്വേഷണം തീരുന്നതുവരെ ഇത്തരത്തിൽ ഈ കർദിനാൾ സ്ഥാനത്തിന് ഈ രാജിവെച്ച് സ്ഥാനം ഒഴിയണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം കുറ്റവിമുക്തനായാൽ അദ്ദേഹത്തിന് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാം എന്നും ഇവർ ആവശ്യപ്പെടുന്നു. എന്നാൽ കർദിനാൾ ഈ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. മാത്രമല്ല ഇന്നലെ സെന്റ് തോമസ് മൗണ്ടിൽ സിനഡിന്റെ സ്ഥിരം സമിതി ചേരുകയും ചെയ്തിരുന്നു. എന്നിട്ടും കർദിനാൾ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കർദിനാൾ നിയമത്തിന് കീഴ്പ്പെടണമെന്നും ഒരു ഉത്തമ ക്രിസ്ത്യാനി ഉത്തമ പൗരനായി മാറണമെന്നും ഇപ്പോൾ ഈ വൈദിക സമിതി നിയോഗിച്ച അന്വേഷണ ഈ കമ്മീഷന്റെ അധ്യക്ഷൻ കൂടിയായ ഈ ബെന്നി മാറാമ്പറമ്പിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കർദിനാൾ ഈ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും വൈദിക സമിതി ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും പോലീസ് കേസെടുത്തിട്ടില്ല. അതായത് ഒരു നിയമോപദേശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ്. ഇത്തരത്തിൽ ഇനിയും കേസെടുത്തില്ലെങ്കിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജിയുമായി അല്ലെങ്കിൽ പോലീസിനെതിരെ ഒരു കോടതിയലക്ഷ്യ ഹർജിയുമായി പോകുമെന്ന് ആർച്ച് ഡയസീൻ മൂവ്മെന്റ് പോലുള്ള അൽമായ സംഘങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് സീറോ മലബാർ സഭയുടെ ഈ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജി തിങ്കളാഴ്ച സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അജിംഷാദ്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരളത്തിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് വീരേന്ദ്രകുമാർ സ്ഥാനാർത്ഥിയാകും. LDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുക. തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകും. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് വിശദാംശം? അജിംഷാദ്, കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗം ഇത് സംബന്ധിച്ച് JDUവിന് തന്നെ രാജ്യസഭാ സീറ്റ് നൽകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ JDUവിന്റെ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നത്. അതിനുശേഷമാണ് MP വീരേന്ദ്രകുമാറിനെ തന്നെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുക. JDUവിന്റെ സെക്രട്ടറി ജനറലായ ഷെയ്ഖ് പി ഹാരിസ് ആണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പ്രധാനമായും സ്വതന്ത്രനായിട്ടായിരിക്കും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുക. LDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പാർട്ടിയുടെ ചിഹ്നം നിതീഷ് കുമാറിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുക. JDS-ലേക്ക് പ്രവർത്തകർ ചോദിച്ചു. അക്കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. നിലവിൽ അത്തരത്തിലൊരു അജണ്ട JDUവിന്റെ മുന്നിൽ ഇല്ല എന്നുള്ള കാര്യമാണ് ഷെയ്ഖ് പി ഹാരിസ് വ്യക്തമാക്കിയത്. അത് ദേശീയ തലത്തിൽ തീരുമാനിക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമായിരിക്കും ആ വിഷയത്തിൽ ലയനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഒപ്പം തന്നെ LDF-ന്റെ ഘടകകക്ഷിയാക്കണം എന്നൊരു ആവശ്യം അത്തരത്തിലൊരു കത്തും LDF-ന് നൽകിയിട്ടുണ്ട്. അത് അടുത്ത LDF യോഗം പരിഗണിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അജിംഷാദ്. ശരി ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക് വാർത്തകളിലേക്ക്. ലൈറ്റ് മെട്രോയിൽ വിശദ പഠനത്തിന് ശേഷം തീരുമാനമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. വൻകിട പദ്ധതികൾ നടപ്പിലാക്കിയ ശേഷം നഷ്ടം വർഷാവർഷം നികത്താൻ സർക്കാരിന് കഴിയില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ലൈറ്റ് മെട്രോ ഒക്കെ അതിൻ്റെ വേണ്ടത്ര അവധാനതയോടെ പരിശോധന നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിശോധന ഇനി ആവശ്യമുണ്ടെന്ന് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള വൻകിട പദ്ധതികൾ സസ്റ്റൈനബിൾ ആണ്. ഇപ്പോൾ എല്ലാ വൻകിട പദ്ധതികളും ഏറ്റെടുക്കുക, എല്ലാ പദ്ധതികൾക്കും അതിന് അതിൻ്റെ നഷ്ടം സർക്കാർ തുടർച്ചയായിട്ട് നികത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാരമാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ സാങ്കേതികമായിട്ട് സാധ്യമാണോ അല്ലയോ, ആർക്കാണത് ഏറ്റവും സാങ്കേതികമായി ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് പരിശോധന കൃത്യമായിട്ട് നടത്തേണ്ടി വരും. കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ പദ്ധതികൾ സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. ഇക്കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണെന്നും ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. ലൈറ്റ് മെട്രോ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല, എന്നാൽ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പരിശോധിച്ച് ലൈറ്റ് മെട്രോ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഘട്ടത്തിലാണല്ലോ ഇതിൻ്റെ മറ്റ് നടപടികളൊക്കെ ആലോചിക്കേണ്ടത്. അപ്പോൾ ആ ഘട്ടത്തിൽ അത് ആലോചിക്കുമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ലൈറ്റ് മെട്രോ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന ദിവസം തുടങ്ങിയ
ഒരു നിർദ്ദേശമല്ലല്ലോ. അത് നേരത്തെ അതൊന്ന് നീണ്ടുപോകാൻ എന്താണ് കാരണം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ അന്നേരം ചർച്ച ചെയ്യേണ്ടി വരും. കർഷകരെ നിരന്തരമായി വഞ്ചിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കിസാൻ സഭയുടെ ലോങ് മാർച്ചിന് നാസിക്കിൽ തുടക്കമായി. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്നാണ് കർഷകർ പറയുന്നത്. മാർച്ച് 12-ന് റാലി മുംബൈയിലെത്തും. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ മുംബൈയിലെ പ്രതിനിധി പ്രേംലാൽ ചേരുകയാണ്. പ്രേംലാൽ, കർഷക മാർച്ച് വലിയ കർഷക സാന്നിധ്യം കൊണ്ട് ഇതിനകം തന്നെ ശ്രദ്ധേയമായി. രാജ്യത്ത് വലിയ പ്രക്ഷോഭത്തിന്റെ ഒരു സ്വഭാവം തന്നെയാണ് അതിന്റെ ജനനിബിഡതയിൽ തന്നെ കാണാനാകുന്നത്. എവിടം വരെയായി മാർച്ച്? മുംബൈയിൽ തടയുമോ പോലീസ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംഷാ, തീർച്ചയായും കർഷകന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് ഒരു പുതിയ ചരിത്രം എഴുതുകയാണ് മഹാരാഷ്ട്രയിലെ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലോങ് മാർച്ച്. പൊരിവെയിലും വളരെ പൊരിവെയിലിന്റെ ആ ചൂട് വകവയ്ക്കാതെയാണ് സമര പോരാളികൾ മുംബൈയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഥാനയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അവർ അസൻഗാവിൽ എത്തിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് അവിടെ വിശ്രമിച്ച് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും വീണ്ടും അവരുടെ സമരം തുടരുക. BJP സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഈ 1,00,000-ഓളം പേർ പങ്കെടുക്കുന്ന ഈ ലോങ് മാർച്ച്. ഏകദേശം 200 കിലോമീറ്ററാണ് ഇവർ കാൽനട താണ്ടി നിയമസഭ ലക്ഷ്യമാക്കി നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു സമര പോരാട്ടത്തെ ഈ രാജസ്ഥാനിൽ അടുത്ത കാലത്ത് നടന്ന കർഷക പോരാട്ടത്തോട് വേണമെങ്കിൽ നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ്. വിജയം ലക്ഷ്യം വരുന്നവരെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുമെന്നാണ് കിസാൻ സഭ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും നാളെ മുംബൈയിൽ എത്തിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ചയായിരിക്കും ഇവർ നിയമസഭ പരിസരത്ത് പ്രക്ഷോഭം നടത്തുക. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മഹാരാഷ്ട്ര. അജിംഷാദ്. ശരി, പ്രേംലാലാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മുതിർന്ന നേതാവ് LK അദ്വാനിയെ പൊതുവേദിയിൽ അവഗണിച്ച നരേന്ദ്രമോദി. ത്രിപുര മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ തനിക്ക് നേരെ കൈകൂപ്പിയ LK അദ്വാനിയെ മോദി അവഗണിച്ച് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. പൊതുവേദിയിൽ രാഷ്ട്രീയ ഗുരുവിനെ അവഗണിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കടുത്ത വിമർശനമാണ് നരേന്ദ്രമോദിക്കെതിരെ ഉയരുന്നത്. ത്രിപുരയിലെ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന വേദിയിലാണ് രാജ്യത്തെ തന്നെ BJPയുടെ തലമുതിർന്ന നേതാവായ LK അദ്വാനിക്ക് രാഷ്ട്രീയ ശിഷ്യൻ കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനാദരവ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. വേദിയിലേക്ക് കയറി വന്ന മോദിയെ പ്രധാനമന്ത്രി എന്ന നിലയിൽ എല്ലാവരും എഴുന്നേറ്റു നിന്ന് കൈകൂപ്പിയാണ് സ്വീകരിച്ചത്. വേദിയിലുണ്ടായിരുന്ന പ്രധാനികളും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളോടും മോദി കുശലം പറയുന്നുമുണ്ട്. മണിക് സർക്കാരിനോടാണ് വേദിയിൽ വെച്ച് കൂടുതൽ സമയം മോദി സംസാരിച്ചത്. BJP അധ്യക്ഷൻ അമിത് ഷാ, മുരളി മനോഹർ ജോഷി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവരായിരുന്നു വേദിയിലെ പ്രമുഖർ. ഇവർക്കിടയിലാണ് LK അദ്വാനിയോട് കടുത്ത അനാദരവ് മോദി കാണിച്ചത്. 2 തവണ അദ്വാനിക്കടുത്തെത്തിയപ്പോഴും നരേന്ദ്രമോദി ബോധപൂർവം അദ്ദേഹത്തെ അവഗണിക്കുകയായിരുന്നു. കൈകൂപ്പി നിന്ന അദ്വാനിയെ കണ്ട ഭാവം നടിച്ചില്ല മോദി. വീഡിയോ സോഷ്യൽ മീഡിയയിലെത്തിയതോടെ രാഷ്ട്രീയ ഗുരുവിന് ശിഷ്യന്റെ ദക്ഷിണ എന്ന പരിഹാസവും വിമർശനവും മോദിക്കെതിരെ വ്യാപകമായി ഉണ്ടാവുകയാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. കൊച്ചിയിൽ അനധികൃത പണമിടപാട് സംഘം അറസ്റ്റിൽ. തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് പിടിയിലായത്. 3 പേരാണ് പിടിയിലായത്. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നു. സാലി, എങ്ങനെയായിരുന്നു പിടിയിലായത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനധികൃത പണമിടപാട് സംഘത്തെക്കുറിച്ച് പോലീസ് നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചത്. അതിന്റെ ഭാഗമായി പള്ളുരുത്തിയിൽ നടത്തിയ റെയ്ഡിലാണ് പിടിയിലായത്. തമിഴ്നാട് സ്വദേശികളായ ഇസ്ക് മുത്തു, ചിത്തരേഷ്, T രാജ്കുമാർ എന്നിവരാണ് അറസ്റ്റിലായവർ. ഈ റിസോർട്ട് കേന്ദ്രീകരിച്ചായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. 5 കോടി രൂപയുടെ പ്രോമിസറി നോട്ടുകളും 20 ബ്ലാങ്ക് ചെക്കുകളും ഈ റിസോർട്ടിലെ ഇവരുടെ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു. അതിൽ സംസ്ഥാന വ്യാപകമായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇവർ ഈ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇവരുടെ ഈ മൊബൈൽ ഫോണിൽ ഓരോ ദിവസത്തെയും ഇടപാട് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഈ ഗ്രൂപ്പിൽ സംസ്ഥാനത്തെ വിവിധ ഏജന്റുമാർ പോസ്റ്റ് ചെയ്തിരുന്നതായി കണ്ടെത്തി. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 500 കോടിയോളം രൂപയുടെ ഇടപാടുകൾ ഈ സംഘം കേരളത്തിൽ മാത്രം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. തമിഴ്നാട് കേന്ദ്രീകരിക്കുന്ന ഒരു സംഘമാണ്. ചെന്നൈ സ്വദേശിയായ മഹാരാജ എന്നയാളാണ് സംഘത്തിന്റെ തലവൻ. കൊച്ചി സ്വദേശിയെ ഫിലിപ്പ് ജേക്കബിന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സംഘത്തിൽ നിന്ന് 40 ലക്ഷം രൂപ ഈ ഫിലിപ്പ് വാങ്ങിയിരുന്നു. 42 ലക്ഷം രൂപ മാസങ്ങൾക്കുള്ളിൽ തിരികെ നൽകി. പക്ഷേ
ഫിലിപ്പിന്റെ ആഡംബര വാഹനം ഈ സംഘം തട്ടിയെടുത്തു. ഇതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകുകയുണ്ടായത്. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ വലയിലായത്. കേരളത്തിലെ ചില വൻകിട ജ്വല്ലറി ഉടമകൾ, ചില വലിയ ആശുപത്രി ഉടമകൾ എന്നിവരൊക്കെ ആയിരുന്നു ഈ സംഘത്തിന്റെ ഇടപാടുകാർ എന്ന് മനസ്സിലായിട്ടുണ്ട്. വലിയ കൊള്ള പലിശയാണ് ഈ സംഘം ഈടാക്കിയിരുന്നത്. ഇവർക്ക് യാതൊരു രേഖകളും രജിസ്ട്രേഷനും യാതൊരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ സംഘത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി വരികയാണ് പോലീസ്. ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു. തമിഴ്നാട് സ്വദേശിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. ചില രാഷ്ട്രീയ ബന്ധങ്ങൾ ഈ സംഘത്തിനുണ്ട് എന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ UP LP ഹൈസ്കൂൾ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് വിട്ട് ഹൈക്കോടതി ഉത്തരവായി. ഇതാദ്യമായാണ് ക്ഷേത്ര നിയമനങ്ങൾക്ക് പുറമെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങളും PSC മാതൃകയിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുക. ലക്ഷങ്ങൾ കോഴ വാങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നൽകുന്നതിന് ഏജൻസിയെ നിയോഗിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഭരണസമിതിയുടെ കാലത്ത് നടത്തിയ നീക്കത്തിനാണ് തിരിച്ചടിയേറ്റത്. ടെൻഡറിൽ കുറഞ്ഞ തുക കോട്ട് ചെയ്ത കിറ്റ്കോക്കിന് നിയമന കരാർ നൽകണമെന്ന ആവശ്യവുമായി പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ കോടതിയെ സമീപിച്ചിരുന്നു. UDF ഭരണസമിതി സമർപ്പിച്ച ഹർജി തള്ളിയ ഹൈക്കോടതി നിയമനത്തിനുള്ള അധികാരം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് നൽകി ഉത്തരവായി. വിധി മാതൃകാപരമാണെന്ന് റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗം ശൈലാമണി പീപ്പിൾ TVയോട് പറഞ്ഞു. കഴിഞ്ഞ ട്രാവൻകൂർ ഭരണസമിതിയുടെ കാലത്ത് അവർ UP അസിസ്റ്റന്റിനെയും LP സ്കൂളിലെ അസിസ്റ്റന്റിനെയും ഉള്ള അപേക്ഷ വിളിച്ച ശേഷം 1500 അധികം അപേക്ഷ വന്നു. അപ്പോൾ അത് കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ അവരെങ്ങനെ ടെസ്റ്റ് നടത്തുമെന്ന് ചോദിച്ചപ്പോൾ അവർ 2 സജഷനാണ് പറഞ്ഞു, LBSഉം കിറ്റ്കോസും. ആ കിറ്റ്കോസിനെയാണ് അവർ പ്രിഫർ ചെയ്തത്. പക്ഷേ ഹൈക്കോടതി ചോദിച്ചു എന്തുകൊണ്ട് റിക്രൂട്ട്മെന്റ് ബോർഡിനെ ചെയ്തുകൂടാന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ സന്നദ്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ റിട്ടേൺ ടെസ്റ്റ് നടത്തണമെന്നുള്ള ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കുകയാണ്. അർഹതയും സംവരണ തത്വവും സുതാര്യതയും പൂർണ്ണമായും പാലിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് PSC മാതൃകയിൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുന്നതെന്ന് ശൈലാമണി പറഞ്ഞു. സമൂഹത്തിൽ എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നീതിയുക്തമായ ഇടപെടൽ ഉണ്ടാകും എന്നൊരു വിശ്വാസം പൊതുവെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ആളുകൾ ദേവസ്വം ബോർഡിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആരും അപേക്ഷിക്കാൻ തയ്യാറാകത്തില്ലായിരുന്നു. കാരണം അതിന് നല്ല കപ്പാസിറ്റി ഉള്ള ആളുകൾ മാത്രമേ അതിന് മുന്നോട്ട് വരത്തുള്ളായിരുന്നു. ഇപ്പം അതിന് വിപരീതമായിട്ട് കഴിവുള്ളവർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിലൂടെ അവർക്ക് നിയമനം കിട്ടും എന്നൊരു തോന്നൽ ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ തരുന്നതിൽ നിന്ന് തന്നെ അത് പ്രതിഫലിക്കുന്നുണ്ട്. ഒരാശങ്കയും ഇല്ലാതെ ഉദ്യോഗാർത്ഥികൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എഴുത്തു പരീക്ഷയിൽ പങ്കെടുക്കാമെന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് ഉറപ്പു നൽകുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ UDF. ഇതിനിടെ 3 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉയർന്നു വന്നെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ KPCC പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പോലും സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കാൻ കഴിയാതെ യോഗം പിരിയുകയായിരുന്നു. ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ PC വിഷ്ണുനാഥ് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രഖ്യാപനമാണ് ആദ്യഘട്ടത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വന്നത്. എന്നാൽ വിഷ്ണുനാഥ് പിൻവാങ്ങിയതോടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ M മുരളി മത്സരിക്കുമെന്ന് ചർച്ച ഉയർന്നു വന്നു. ഏറ്റവും ഒടുവിലാകട്ടെ ചെങ്ങന്നൂർ സ്വദേശി D വിജയകുമാർ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം വെള്ളിയാഴ്ച ചെങ്ങന്നൂരിൽ KPCC പ്രസിഡന്റ് MM ഹസനും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കൾ പ്രഖ്യാപിക്കുമെന്ന ഉറപ്പും ലഭിച്ചു. ഇതനുസരിച്ച് പ്രധാന പ്രവർത്തകർ എത്തിച്ചേർന്നുവെങ്കിലും വിദേശ പര്യടനം നടത്തിവരുന്ന രാഹുൽ ഗാന്ധി മടങ്ങിയെത്തിയാൽ മാത്രമേ ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കൂ എന്നാണ് KPCC പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞത്. ഇതോടെ പ്രവർത്തകർ വീണ്ടും നിരാശരായി. എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂരിൽ ചേർന്ന യോഗം ബിസിനസ് യോഗമെന്നാണ് DCC പ്രസിഡന്റ് M ലജുവിന്റെ വിശദീകരണം. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലെ പ്രധാന പ്രവർത്തകരെ വിളിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് മീറ്റിംഗ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത യോഗം എങ്ങനെ ബിസിനസ് യോഗമായി മാറുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ തന്നെ ചോദ്യം. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോകുന്നത് UDFന് ഗുണം ചെയ്യില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയില്ല, പക്ഷേ എങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആരാണെന്നുള്ള ഒരു ധാരണ ഏകദേശം ആളുകളുടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തനം വന്നിട്ടുണ്ട്, തുടങ്ങി. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനവും പ്രതീക്ഷിച്ചെത്തിയ പ്രവർത്തകർ നിരാശയോട് മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ക്യാമറാമാൻ ഇമ്മാനുവൽ ഫ്രാൻസിസിനൊപ്പം ഷാജഹാൻ. ഹാദിയയും ഭർത്താവ് ഷെഫിൻ ജഹാനും
കോഴിക്കോട് വാർത്താസമ്മേളനം നടത്തി. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് സന്ദർശിച്ച ശേഷമാണ് ഇരുവരും മാധ്യമങ്ങളെ കണ്ടത്. സ്വാതന്ത്ര്യത്തിന് നന്ദിയെന്ന് ഹാദിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സഹായിച്ചത് പോപ്പുലർ ഫ്രണ്ട് മാത്രമാണെന്നും ഹാദിയ പറഞ്ഞു. ഞാൻ മുസ്ലിം ആകാൻ പുറപ്പെട്ട സമയത്ത് തന്നെ ഫസ്റ്റ് പോയത് വേറെ ഒരുപാട് സംഘടനകളിലാണ്. ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ പോലും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് അവരാരും സഹായിക്കാൻ തയ്യാറായില്ല? സഹായിക്കാൻ തയ്യാറായവരെ മുസ്ലിം സംഘടനകൾ പോലും കുറ്റം പെടുത്തുകയാണ് ഉണ്ടായത്. ഒരാളെ സഹായിക്കുന്നതിൻ്റെ പേരിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോവുകയാണ് ശരിക്കും ഉണ്ടായത്. എന്നാൽ ഈ കുറ്റപ്പെടുത്തിയവർക്ക് എന്തുകൊണ്ട് എന്നെ സഹായിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കൂടാ? അവർക്ക് ഇപ്പോൾ വെളിയിലിരുന്ന് കളി കണ്ടുകൊണ്ട് അതെങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഞാൻ തന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട് പുറത്തു വന്നതിന് ശേഷം. എറണാകുളം ജില്ലയിൽ CPIയിൽ നിന്ന് കൂട്ടരാജി. CPI മുൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഉൾപ്പെടെ 100ഓളം പ്രവർത്തകരും കുടുംബാംഗങ്ങളുമാണ് പാർട്ടി വിട്ട് CPIMൽ ചേർന്നത്. CPIM ജില്ലാ സെക്രട്ടറി പാർട്ടിയിലെത്തിയവരെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. CPI എറണാകുളം ജില്ലാ നേതൃത്വത്തിലെ വിഭാഗീയതയിലും തെറ്റായ തീരുമാനങ്ങളിലും മനമെടുത്താണ് ഉദയംപേരൂർ, പറവൂർ, കൊച്ചി, പച്ചാളം, വടുതല, അയ്യപ്പൻകാവ് മേഖലയിൽ നിന്നുള്ള പ്രവർത്തകർ കൂട്ടമായി പാർട്ടി വിട്ട് CPIMലേക്ക് എത്തിയത്. CPI മുൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് EM സുനിൽകുമാർ അടക്കം 100ഓളം പ്രവർത്തകരും കുടുംബാംഗങ്ങളുമാണ് CPIയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചത്. പച്ചാളത്ത് നടന്ന പൊതുപരിപാടിയിൽ പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ജില്ലാ സെക്രട്ടറി P രാജീവ് രക്തഹാരമണിയിച്ച് സ്വീകരിച്ചു. സുനിൽകുമാറിനെ കൂടാതെ CPI മണ്ഡലം കമ്മിറ്റി അംഗം EM പ്രസന്നകുമാർ, മുൻ ലോക്കൽ സെക്രട്ടറി TC ജോയി, മഹിളാ സംഘം നേതാവ് ലൈല മധുസൂദനൻ, ഉദയംപേരൂരിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് PK പത്മനാഭൻ എന്നിവരാണ് CPI വിട്ട പ്രമുഖർ. CPI ജില്ലാ സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുണ്ടായ അതൃപ്തിയും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ CPIയും പ്രവർത്തകരാണെന്ന തിരിച്ചറിവുമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് സുനിൽകുമാർ. പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവോ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരെയോ നോക്കുകുത്തിയാക്കിക്കൊണ്ട് P രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള 4 സംഘമാണ് എറണാകുളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത്. ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകാരെയല്ല, തനിക്ക് താല്പര്യമുള്ള തൻ്റെ പക്ഷം ചേരുന്ന ആൾക്കാരെ മാത്രം കൂടെ നിർത്തിക്കൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആട്ടിയകറ്റാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. പാർട്ടി വിട്ടുവരുന്നവർക്ക് അർഹമായ പരിഗണന CPIM നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി P രാജീവ് അറിയിച്ചു. CPIയിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന ഒരു പരിപാടി ആവിഷ്കരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല CPIM. ഇവിടെ ഇപ്പോൾ CPIമിലേക്ക് വരുന്ന ആളുകളും ഏതെങ്കിലും കാരണത്താൽ പുറത്താക്കപ്പെട്ടിട്ട് വന്നവരല്ല. CPIക്കകത്ത് നിന്ന് പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ CPIയുമാണ് ശരി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരികയാണ്. സ്വീകരണ സമ്മേളനത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CN മോഹനൻ, PN സുനിൽലാൽ, അഡ്വക്കേറ്റ് M അനിൽകുമാർ അടക്കം പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ.